الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്തുകൊള്ളുന്നു. നാം ഏതാനും ആഴ്ചകളായി ലുഖ്മാനുൽ ഹക്കീമിന്റെ സാരോപദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ ഉപദേശിച്ചൊരു ഉപദേശം, മോനെ, നീ ചെയ്യുന്ന പ്രവൃത്തി അതെത്ര ചെറുതാണെങ്കിലും ഒരു കടുകുമണി തൂക്കമേ ഉള്ളെങ്കിൽ പോലും നീ ആ ചെയ്യുന്ന കാര്യം ആകാശത്തിലായാലും ഭൂമിയിലായാലും പാറക്കെട്ടിലായാലും നാളെ അല്ലാഹു തആല അത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന ശക്തമായൊരു ഉപദേശമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ ഉപദേശം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഉപദേശമാണ്. നമ്മുടെ എല്ലാ അമലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അല്ലാഹു തആലയെ വെട്ടിച്ചുകൊണ്ട്, അവനെ പറ്റിച്ചുകൊണ്ട് ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ നമ്മൾ ചെയ്തോ, എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചോ, അതൊക്കെ അല്ലാഹു തആല അറിഞ്ഞിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും അല്ലാഹു കൂടെയുണ്ട്. പടച്ചോൻ ഇതറിയും, പടച്ചോന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഈ ബോധത്തോടു കൂടിയായിരിക്കണം ഞാനും നിങ്ങളും ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. തുടർന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനെ അടുത്ത ആയത്തിൽ പ്രധാനപ്പെട്ട 2-3 ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, അഖ്മിസ് സ്വലാത്ത്, നീ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. വസ്ബിർ അലാ മാ അസാബക, നിന്നെ ബാധിക്കുന്ന വിപത്തുകളിൽ, പ്രയാസങ്ങളിൽ നീ ക്ഷമ കൈക്കൊള്ളണം, നീ സഹനം സ്വീകരിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊക്കെ അത്യധികം തീരുമാനിക്കപ്പെട്ട ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങൾ അതിലുണ്ട്. അതിൽ ആദ്യത്തെ ഉപദേശം, മോനെ, നീ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം എന്നാണ്.
നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമസ്കാരം. നമസ്കാരം ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ രണ്ടാമത്തേതാണ്. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ ഹൃദയത്തിൽ തട്ടി പറയാണ്, മോനെ, നീ നമസ്കരിക്കണം എന്നല്ല, നീ നമസ്കാരം മുറപ്രകാരം നിഷ്ഠയോടെ അനുഷ്ഠിക്കണം എന്നാണ്. ഇത് നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ള വലിയ ഉപദേശം. നമ്മുടെ മക്കളെ നമ്മൾ കാര്യമായി ഉപദേശിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഉപദേശം നമസ്കാരത്തിന്റെ കാര്യത്തിലായി. കാരണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് ചില ഉത്തരവാദിത്വം അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മാതാപിതാക്കളോട് പറഞ്ഞു, മുറു ഔലാദക്കും വഹും അബ്നാഉ സബഅ സിനീൻ വദരിബുഹും അലൈഹാ വഹും അബ്നാഉ അശറ സിനീൻ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നമസ്കാരം കൽപ്പിക്കണം. അവർ 7 വയസ്സാകുമ്പോൾ തന്നെ, 10 വയസ്സാകുമ്പോൾ അവർ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷണ നടപടികളിലൂടെ വളർത്തിയെടുക്കണം എന്നാണ്. ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച കാര്യം. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മക്കളെ നമസ്കാരം ഉപദേശിക്കണമെങ്കിൽ, മക്കൾ നമസ്കാരശീലമുള്ളവരാകണമെങ്കിൽ വളരെ കണിശമായും നമ്മൾ നമസ്കാരത്തിൽ അങ്ങേയറ്റത്തെ നിഷ്ഠ പുലർത്തുന്നവരാണ് എന്ന് മക്കൾക്ക് ബോധ്യപ്പെടും. നമ്മൾ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചാൽ ഉറപ്പിച്ചോടെ നമ്മുടെ മക്കളെ ഒരുപാട് അശ്രദ്ധ കാണിച്ചു. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ്, നിസ്കാരത്തിൽ അശ്രദ്ധരാകാം, പലപ്പോഴൊക്കെ നിസ്കരിച്ചാൽ മതി എന്ന മെസ്സേജാണ് നമ്മളെ മക്കൾക്ക് കൊടുക്കുക. അവിടെ ഖുർആനായത്തിന്റെ ഹദീസിൽ നിന്നൊന്നും മക്കൾ മനസ്സിലാക്കില്ല. വാപ്പ ഇങ്ങനെയാണ്, ഉമ്മ ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ തന്നെ കുറച്ചൊക്കെ അതിന്റെ താഴെ ഞാനൊക്കെ പോയാൽ മതി എന്ന നിലപാട് നമ്മുടെ മക്കൾ സ്വീകരിക്കും. നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മുസ്ലിമീങ്ങളാണ്, ഈമാനുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരൊക്കെയാണ് ഒരു വിധം. പക്ഷെ അള്ളാഹുവിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ റസൂലുള്ളാഹിയുടെ കാലത്ത് എല്ലാവരിലുമുള്ള സവിശേഷത അവരൊക്കെ നിസ്കരിക്കുന്നവരായിരുന്നു. നമ്മുടെ കാലത്ത് ഒരു സവിശേഷത, ഈമാനുണ്ട്, മുസ്ലിമാണ്, മുസ്ലിം സമൂഹത്തിലാണ്. ഇതൊക്കെ ആണെങ്കിലും പലരും നമസ്കാര കാര്യത്തിൽ അശ്രദ്ധരാണ്. റസൂലിന്റെ കാലത്ത് അങ്ങനെ ഒരാളില്ല. അതുകൊണ്ട് കിതാബുകളിലൊക്കെ കാണുന്നത് താരിഖ് സലാത്തിൽ ഹുവ കാഫിർ, അയാൾ കാഫിറാണ്. അല്ലാഹു തആല അത് സത്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. താരിഖ് സലാത്ത് അഥവാ നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എന്ന്. കാരണം റസൂൽ പഠിപ്പിച്ചിരിക്കുന്നു, വമൻ തറക്കഹ ഫഖദ് കഫറ. ആര് നമസ്കാരം ഉപേക്ഷിച്ചോ അവൻ കാഫിറായി, കുഫ്റിൽ അകപ്പെട്ടു. അഥവാ ദീനിൽ നിന്ന് പുറത്തു പോയി എന്നുള്ള അർത്ഥത്തിലല്ല, അവൻ കുഫ്റായി, കാഫിറിന്റെ ലക്ഷണത്തിലായി എന്നാണ്. ബൈനൽ മർഇ വൽ കുഫ്രി തർക്കു സ്വലാത്ത്. ഒരാൾക്കും കുഫ്റിനും ഇടയ്ക്കുള്ള വ്യത്യാസം നിസ്കാരം ഉപേക്ഷിക്കാനാണ്. നമസ്കാരത്തിൽ കണിശത ഇല്ലാത്ത ആളുകളെ റസൂലുള്ളാഹിയുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ മുസ്ലിമായിട്ടേ പരിഗണിച്ചിരുന്നില്ല. കാരണം മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. ഈ മുനാഫിക്കുകൾ എന്ന് പറയുന്നത് നരകത്തിന്റെ അടിത്തട്ടിൽ പോകുന്ന ആളുകളാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് മുനാഫിക്കുകൾ ധാരാളം, മദീനയിൽ പ്രത്യേകിച്ചു. അപ്പൊ ഈ മുനാഫിക്കുകൾ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ മുസ്ലിമാണെന്നും മറ്റവരെ കാണുമ്പോൾ അവരെ കൂടുതൽ കൂടുന്ന രണ്ട് ഭാഗത്തും നിൽക്കുന്ന കപട വിശ്വാസികളാണ്. സത്യത്തിൽ അവർക്ക് ഈമാനില്ല. പക്ഷെ മുസ്ലിമീങ്ങളെ കാണുമ്പോൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ഇവർ നിസ്കരിക്കും. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ മുനാഫിക്കായിട്ടോ കാഫിറായിട്ടോ പരിഗണിക്കാം. പക്ഷെ ആൾക്കാരെ മുമ്പിലായിരിക്കും നിസ്കാരം, രഹസ്യമായ നിസ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി അവരും 5 നേരം പള്ളികൾക്കൊക്കെ വരും, ജുമാക്ക് വരും ഒക്കെ ചെയ്യും. കാരണം മുനാഫിക്കിന് മുസ്ലിം സൊസൈറ്റിയിൽ അംഗത്തെ കിട്ടണമെങ്കിൽ നിസ്കാരക്കാരെ കൂടെ കൂടണം. നിർഭാഗ്യവശാൽ നമ്മുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, തീരെ നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കും. മൂപ്പര് നിക്കാഹ് കഴിക്കാൻ പള്ളിയിലെ മൊല്ലിയിൽ ചെല്ലും,
അങ്ങേരെ മയ്യത്ത് മറവ് ചെയ്യാൻ പള്ളിക്കാട്ടിൽക്കാരെ കൊണ്ടുവരും. കാരണം നമ്മളെ കണക്കിന് ഇയാൾ മുസ്ലിമാണ്. നമ്മളെ കണക്കിന് അയാൾ മുസ്ലിമാണ്. നിസ്കാരം തന്നെ നിരീശ്വരവാദിയാണെങ്കിൽ പോലും മുസ്ലിമായ നിരീശ്വരവാദി എന്നാണ് നമ്മൾ പറയുക. മുസ്ലിമായ നിരീശ്വരവാദി അതല്ല എന്ന് പറയുന്നത്. ഇതേപോലെയാണ് റസൂലുള്ളാഹിയുടെ കാലത്ത് നിസ്കരിക്കാത്ത ആളെ മുസ്ലിമായിട്ടേ പരിഗണിച്ചിരുന്നില്ല. ഈ വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിലെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണം നിസ്കരിക്കുക എന്നുള്ളതല്ല, 5 നേരം വിട്ടുപോകാതെ കൃത്യമായി നിസ്കരിക്കുക എന്നതാണ്. പലപ്പോഴും നമ്മള് ഈ ഇസ്ലാം കാര്യം പഠിക്കുമ്പോൾ തെറ്റായി പഠിക്കുന്നുണ്ട്. ഇസ്ലാം കാര്യത്തിൽ 2 ഷഹാദത്ത് കളിമ അർത്ഥം മനസ്സിലാക്കി നാഗോട്ട് ഒഴിവാക്കി പ്രഖ്യാപിക്കലാണ് ഒന്ന്. അത് ഒരിക്കൽ ചെയ്താൽ മതി. അതോടുകൂടിയാണ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ നിർവഹിച്ചത്. പക്ഷെ രണ്ടാമത്തെ അതുപോലെ ഹജ്ജ് നിർവഹിക്കാന്നേ ഉള്ളൂ. ഹജ്ജ് നിർവഹിക്കുന്നതോടെ ആ ബാധ്യത. പക്ഷേ നമസ്കാരം അങ്ങനെയല്ല, നിസ്കരിക്കാന്നല്ല ഇസ്ലാം കാര്യത്തിൽ രണ്ടാമത്തേത്. ഇഖാമത്തു സ്വലാത്ത് എന്നാണ്. നമസ്കാരം മുറപ്രകാരം വിട്ടുപോകാതെ പൂർണ്ണമായി അനുഷ്ഠിക്കുക എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ലോഹർ നിസ്കരിച്ചാൽ അസർ നിസ്കരിച്ചാൽ മഗ്രിബ്, പിന്നെ ഇശ, സുബ്ഹി, ലോഹർ, അസർ വിട്ടുപോകാതെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നവരെ ഒറ്റ വക്തും നിസ്കരിക്കാതെ ഒപ്പിക്കുന്ന ആ സംഗതിക്കാണ് ഇഖാമത്തു സ്വലാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു മുസ്ലിമിന് നിസ്കാരം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. നമ്മളെ ചില ആളുകളെ കദാവ് എന്ന് പറഞ്ഞൊരു പരിപാടി പഠിച്ചിട്ടുണ്ട്. ഇത്ര അബദ്ധത്തോടു കൂടി പഠിച്ചൊരു കാര്യം വേറെ ഉണ്ടാവില്ല. എന്താ നിസ്കാരം കഥാകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതെ എങ്ങനെ അസറാക്കാം? നമസ്കാരം കഥായി അസർ നിസ്കരിക്കാം. ചില ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട്. ഇശാക്ക് പള്ളിക്ക് പോയാൽ കാണാം ഒരുപാട് നിസ്കരിക്കുന്ന ആൾക്കാർ. ഞാനൊക്കെ ആദ്യം ധരിച്ചിരുന്നത് എത്ര അധികം നിസ്കാരമൊക്കെ രാത്രി ഉണ്ടോന്നാണ്. പക്ഷെ പിന്നെയാണ് മനസ്സിലാകുന്നത് ചിലപ്പോ ഒരു കുനൂത്ത് വന്നതാണ്. അപ്പൊ സംഭവം എന്താ? സുബഹി മുതൽക്കിട്ട് തുടങ്ങാണ്. സുബഹി 2, ലോഹർ 4, അസർ 4, ഇശ മഗ്രിബ് 3, ഇശാക്ക് കൂടിയിട്ട് 17 ഒന്നിച്ചാണ്. ഇത് ഇയാളത് വളരെ കാര്യത്തിലാണ് നിസ്കരിക്കുന്നത്. അങ്ങനെ ഒരു തെറ്റായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നല്ല മനുഷ്യന്മാരാണ് അവർ പറയുന്നത്. ഈ പാവങ്ങൾ കരുതിയിരിക്കുന്നത് നിസ്കരിക്കാന്ന് പറഞ്ഞാൽ 17 കൂടി അള്ളാഹ്ക്ക് ഇത്രല്ലേ വേണ്ടു, ഞാൻ ഇത്ര സുജൂദ് ചെയ്യണം, ഞാൻ ഇത്ര റുക്വ നിർവഹിക്കണം എന്നാ കുറിച്ചോ ഇശാക്ക്. ഞാൻ അടുത്ത ഇഷ്ടമാണോ തലേന്ന് കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാ പിന്നെ അള്ളാഹ്ക്ക് വേറെ കൂടുതൽ ഇഷ്ടമായി ഈ പാവം ധരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ നമസ്കാരം അങ്ങനെ അല്ല. ഇത് മുസ്ലിം സൊസൈറ്റിയെ നമ്മൾ പഠിപ്പിക്കണം. ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതാണ്, ഇത് ശരിയായ നന്നായി കൗമ. നിസ്കാരമില്ലാത്ത കൗമിനെ മുസ്ലിം കൗമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. നമസ്കാരം തോന്നുമ്പോ നിസ്കരിക്കണം. നിസ്കാരം ദീനുൽ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു. കാരണം നമസ്കാരം ഇന്ന സ്ഥലത്തെ കാലത്താൽ കിതാബ് മൗഖൂത, സമയബന്ധിതമായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ് ഇസ്ലാമിന്റെ നമസ്കാരം. സമയബന്ധിതമാണ്. അത് ലോഹർ അസർ തന്നെ നിസ്കരിക്കണം. അസറിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അത് അവ്വൽ വക്തിൽ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. നിസ്കാരം പാഴാക്കുക, ഖളാ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം ഖളാ ആകുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പാഴാക്കിയിട്ട് അവസാനം അടുത്ത് നിസ്കരിക്കാന്നല്ല. ഒരാള് എന്തോ ചില കാരണത്താൽ അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യത്തെ, ഉദാഹരണത്തിന് ഒരാൾ വീട്ടിൽ വന്നു, ഒരാൾ അല്ലെങ്കിൽ ലോഡ്ജിൽ ഒരു കിടക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ആവില്ല. അയാൾ വന്നത് 3 മണിക്കാണ്, വൈകുന്നേരം. നേരെ കിടന്ന് ഉറങ്ങി. പക്ഷെ ആരും വിളിച്ചില്ല. എഴുന്നേറ്റപ്പോ 7 മണി. അസർ അതിന്റെ ഇടയ്ക്ക് പാഴായി പോയി. അങ്ങനെ അസർ നിസ്കാരം അയാൾക്ക് പാഴായി. കാരണം അയാൾ ബോധത്തിലല്ല, ഉറക്കത്തിലാണ്. ഇങ്ങനെ കഥ ആയിപ്പോയാൽ എഴുന്നേറ്റ ഉടനെ അസർ നിസ്കരിക്കണം, അവര് നിസ്കരിക്കണം. ഇതെന്നോ ഉറക്കാൻ പറ്റില്ല കേട്ടോ. അത്യപൂർവമായി ഒരാൾ അങ്ങനെ ഉറങ്ങിപ്പോയി, അതാണ് കഥ. അല്ലെങ്കിൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഒരാളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഓപ്പറേഷൻ തിയേറ്ററിൽ അയാളെ അനസ്തേഷ്യ കൊടുത്ത് ഓർമ്മ കെടുത്തിയത് രാവിലെ 11 മണിക്ക്, ഉച്ചയുടെ മുമ്പായിട്ട് 11 മണിക്ക് ഓർമ്മ കെടുത്തി. ഇയാൾക്ക് തിയേറ്ററിൽ വെച്ച് അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് ഓർമ്മ വന്നത് രാത്രി 8 മണിക്ക്.
11 മണിക്ക് ഓർമ്മ പോയിട്ട് രാത്രി 8 മണിക്കാണ് ഓർമ്മ കിട്ടിയത്. ഇപ്പൊ ഇയാൾക്ക് ലൊഹറ്, അസറ്, മഗ്രിബ് പാഴായി. ഇശയുടെ നേരത്താണ് ഓർമ്മ വന്നത്. ഇങ്ങനെ ലൊഹറ്, അസറ്, മഗ്രിബ് ഖളാ ആയിപ്പോയി. ഇതാണ് ഖളാ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓർമ്മ പോയപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഓർമ്മ വന്നു, അനങ്ങാൻ വയ്യ, എല്ലാം അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഓർമ്മയെ വന്നിട്ടുള്ളൂ. പക്ഷെ ഓർമ്മ വന്നപ്പോ നിസ്കാരം ഓർമ്മ വന്നു. ആ സ്ട്രെച്ചറിൽ കിടന്നുകൊണ്ട്, ആ ബെഡിൽ കിടന്നുകൊണ്ട് അയാൾ ആ ഭക്തികളൊക്കെ നിസ്കരിക്കണം. ഭൂമിയിൽ പോകാൻ കാത്തിക്കാൻ പാടില്ല. ഓർമ്മ വന്നോ അപ്പൊ നിസ്കരിക്കണം, അപ്പൊ നിസ്കരിക്കണം. കാരണം അത് വീട്ടിൽ പോയിട്ട് രോഗം മാറിയിട്ട് നിസ്കരിക്കാനുള്ളതല്ല. ആ സമയത്ത് ഓർമ്മ വന്നു, അതാ എനിക്ക് ബോധം കിട്ടി, തിരിച്ചു കിട്ടി, അപ്പൊ തന്നെ ലൊഹറും അസറും മഗ്രിബും ഇശയോട് ചേർത്ത് നിസ്കരിച്ച് അത് വീട്ടണം എന്നാണ്. അത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമസ്കാരം ഞാൻ ഒരിക്കലോട് കുത്തുവാൻ സൂചിപ്പിച്ചാണ്, ആവർത്തിച്ചു പറഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പൊന്നാനിയിലേക്ക് ബസ് കയറി, KSRTC ബസ്. രാത്രി 10 മണിക്കാണ് കയറിയത്. പക്ഷെ KSRTC ബസ് പൊന്നാനിയിലെത്തുന്നത് 6:45 വിചാരിക്കുക. രാവിലെ 6:45 6:45 പൊന്നാനിയിലെ ബസ് എത്തുക. 6:43 സൂര്യൻ ഉദിക്കും. 6:43 സൂര്യൻ ഉദിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ഈ ബസ് എത്തുക 6:45. 2 മിനിറ്റിന്റെ വ്യത്യാസം. ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയാൽ തൊട്ട് മുമ്പിൽ പള്ളിക്ക്. പക്ഷെ 2 മിനിറ്റ് പോയി. നമ്മൾ വിചാരിക്കാൻ പാടില്ല ബസ് 45 എത്തിയിട്ട് ഓടി പള്ളി കയറി നിസ്കരിക്കാതെ വിചാരിക്കാൻ പാടില്ല. മിമ്പറിന്നാ ഞാൻ പറഞ്ഞു. 6:45 ബസ് എത്തും എത്തുകയുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ, 6:43 സൂര്യൻ ഉദിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, സുബഹി പാടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബസ്സിൽ വെച്ച് നിസ്കരിച്ചോളണം. ബസ്സിൽ തന്നെ നിസ്കരിച്ചോളണം. ബസ്സിലേക്ക് ആ സ്ഥലത്തേക്ക് നിന്നിട്ട് നിസ്കരിച്ചോളണം. ഒന്നെടുക്കാൻ പറ്റൂല. ബസ്സിൽ തയമം ചെയ്താൽ മതി, സീറ്റിലൊന്ന് തൊട്ട് തടവിയാൽ മതി. നമ്മൾ ചിലപ്പോ വിചാരിക്കും 2 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല ഒന്നെടുത്ത് മുസല്ലേര് നന്നായിട്ട് കിബിലിൽ നോക്കി നിസ്കരിക്കാതെ. പറ്റൂല. നമസ്കരിക്കേണ്ടത് ബസ്സിൽ തന്നെ. കാരണം ഒരു മുസ്ലിമിന് ഒരു വഖ്ത് നിസ്കാരം കളയാൻ ദീനുൽ ഇസ്ലാം അനുവദിക്കില്ല. വളരെ കൃത്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒരു വഖ്ത് നിസ്കാരം ഒഴിവാക്കാൻ ദീനുൽ ഇസ്ലാം അനുവദിക്കില്ല. കാരണം അള്ളാന്റെ ഭൂമിയിൽ ഒരു വഖ്ത് നിസ്കാരത്തിന്റെ സമയം അള്ളാനെ ഓർക്കാതെ നിസ്കരിക്കാതെ അള്ളാന്റെ വായുവും വെള്ളവും അനുഭവിക്കാൻ ഒരു മുസ്ലിമിന് അധികാരമില്ല. വായു അങ്ങനെയുള്ള ഓക്സിജൻ പൊന്നാനി സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം പണിക്കൽ തരാന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അന്നങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ സമയത്തിന് തരണം പറയാം. ഒരു കൊല്ലത്തെ മഴ അടുത്ത കൊല്ലം തരാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ആവശ്യമുള്ളപ്പോ മഴ തരുന്ന പോലെ അള്ളാനെ മറന്നിട്ട് ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നിശ്ചയിക്കണം. ഇതാണ് അതിന്റെ രീതി. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ പലപ്പോഴും കേട്ട ഉദാഹരണമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹ്സാബ് യുദ്ധവേളയിൽ കിടങ്ങുകുഴിയുടെ ധൃതിയിൽ അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ട ആ സമയം നമുക്കറിയാലോ. കിടങ്ങു കുഴിക്കുന്നതിന്റെ കഥ എന്താന്ന് പറഞ്ഞാല്, ഇപ്പോഴത്തെ മുസ്ലിമീങ്ങളും 3000 ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടി അവരെ കൈകാര്യം ചെയ്യാൻ വരുന്ന സൈന്യം 10,000 കവിഞ്ഞ്, അഥവാ ഒരു രാജ്യത്തിലെ ജനതയുടെ 4 ഇരട്ടി സൈന്യമാണ്. ഇത് അടിഭാഗത്തുകൂടെയും മുകൾ ഭാഗത്തുകൂടെയും ശത്രുക്കളിൽ നിന്ന് ഇരച്ചു കയറി അള്ളാഹിനെ കുറിച്ച് വിചാരിക്കാൻ പാടില്ലാത്തത് വിചാരിച്ചു പോയി റോഡ് കൊണ്ടക്കുഴിയിലെത്തിയ ഭീകരാവസ്ഥയായിരുന്നു അഹ്സാബ് യുദ്ധരംഗം. അതിനെ പ്രതിരോധിച്ചത് കിടങ്ങു കുഴിച്ചിട്ടാണ്. മദീനയുടെ ചുറ്റും പാറ കെട്ടി നിശ്ചിത അളവിൽ ഓരോരുത്തരും കിടന്ന് പാടുപെട്ട് പട്ടിണി കിടന്ന് പൊരിഞ്ഞ് പണിയെടുത്തിട്ടാണ് പാറ വെട്ടിയിട്ടാണ് അവരെ പ്രതിരോധിച്ചത്. ഈ പാറവെട്ടിന്റെ ധൃതിയിൽ, ഈ കിടങ്ങുകുടിയുടെ ധൃതിയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസർ നമസ്കാരം 1 മിനിറ്റ് 2 മിനിറ്റ് വൈകി. മഗ്രിബിയോട് അടുത്തു.
ആ സമയത്ത് റസൂലിനെ കുറിച്ച് ഹദീസിൽ കാണാം, ശത്രുക്കൾ എന്ത് ചെയ്താലും അവരോട് സുസ്മേരവദനായി പ്രതികരിക്കുന്ന റസൂൽ, അവരെ ശപിക്കാത്ത റസൂൽ, തന്നെ കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുമ്പോഴും അള്ളാഹു അള്ളാഹുവെ ഇവർക്ക് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന റസൂൽ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന റസൂൽ. പക്ഷെ അന്ന് അസ്ർ നിസ്കാരം പോയപ്പോൾ റസൂലിന്റെ മുഖം ചുവന്നു, റസൂലിന്റെ മുഖം ചുവന്നു, റസൂലിന്റെ മുഖഭാവം മാറി. ആ റസൂല് അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തപ്പോൾ, ഈ അസ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാരി ശത്രുക്കളാണ്, ഇവർ മുഖേനയാണല്ലോ ഈ കടന്നു കുടിക്കേണ്ടി വന്നത്. അസ്ർ നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാരായ ശത്രുക്കളുടെ വീടും കബർ അല്ലാഹ് തീ കൊണ്ട് നിറയ്ക്കണേ എന്ന് റസൂൽ ശാപം പ്രാർത്ഥന നടത്തിയതാണ്. ഒരു വക്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം സഹോദരന്മാരെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കൃത്യമാണ്. അത് റസൂൽ വഫാത്തിന്റെ സമയത്ത്, റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ സമയത്ത് ഈ സമുദായത്തിന് റസൂൽ അവസാനം കൊടുത്ത ഉപദേശം അസ്സലാത്തു വസ്സലാത്തു വമാ മലക്കത് അയ്മാനുക്കും, നമസ്കാരം നമസ്കാരം നിങ്ങളുടെ വലക്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, ഇതിനെ നിങ്ങൾ അശ്രദ്ധരാകരുത്. അടിമകളുടെ കാര്യത്തിൽ അശ്രദ്ധരാകരുത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധരാകരുത്. കാരണം പരലോകത്ത് അല്ലാഹു തആല ആദ്യമായി അടിമയെ വിചാരണ ചെയ്യുക നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കും, നമസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കും. നിസ്കാരം ശരിക്കും നിർവഹിച്ചോ എന്നായിരിക്കും ചോദിക്കുക. അഥവാ നമ്മളൊരു വട്ടൊപ്പിക്കല, വട്ടൊപ്പിക്കുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ വട്ടൊപ്പിക്കല. ആ വട്ടത്തിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വീണാൽ അത് വട്ടാവില്ല. റൗണ്ട് എന്ന് നമ്മൾ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൗണ്ട്. അഥവാ തുടങ്ങിയോട്ട് അവിടെ തന്നെ എത്തുമ്പോഴാണ് അത് റൗണ്ടാകുക. ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് വന്നാൽ റൗണ്ട് എന്ന് പറയില്ല. ഒരാളെ നിസ്കാരം നിർബന്ധമായോളം മുതൽ റൂഹ് തൊണ്ടക്കുടിയിലെത്തി മരിക്കണം. അന്നത്തെ 8 മണിക്കാണ്, രാവിലെ 8 മണിക്കാണ് മരിക്കണമെങ്കിൽ രാവിലത്തെ സുബഹി അടക്കം നിസ്കരിച്ച് അങ്ങനെ ഒപ്പിക്കണേനാണ് ഇഖാമത്തുസ് സ്വലാത്ത്. അതാണ് അഖിമിസ്സലാത്ത് മോനെ നിസ്കാരം നിലനിർത്തുന്നത്. നമ്മുടെ മക്കളെ നിസ്കാരം പഠിപ്പിക്കണം. മഹാന്മാരായ അമ്പിയാക്കന്മാരടക്കം അവരൊക്കെ തങ്ങളുടെ മക്കളെ നമസ്കാരം പഠിപ്പിച്ചിരുന്നു. സൂറത്ത് മറിയം ഈസാ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു, വജഅലനി മുബാറകൻ ഐനമാ കുന്തു ഫഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. തൊട്ടിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയായിരുന്നാലും അവൻ അനുഗ്രഹീതനായിരിക്കുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അമ്പിയാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു നമസ്കാരം. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയാ. അദ്ദേഹം തന്റെ ആൾക്കാരോട് നമസ്കാരം നിർവഹിക്കാനും സക്കാത്ത് കൊടുക്കാനും കൽപ്പിച്ചു. അദ്ദേഹം തന്റെ നാഥന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅ്മുറു അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തോട് നീ നമസ്കാരം കൽപ്പിക്കുക. വസ്തബിർ അലൈഹാ ലാ നസ്തലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നീ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. നീ അതിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. ഞാൻ നിന്നോട് ജീവിത വിഭവം ചോദിക്കുന്നില്ല, മറിച്ച് നിനക്ക് ജീവിത വിഭവം നൽകുന്നത് നാമാണ്. സൂക്ഷ്മതയുള്ളവർക്കാണ് ശുഭാപ്യം. അപ്പോ എല്ലാവരും നമസ്കാരം മക്കളെ കാണിച്ചത്. നമ്മളെ മക്കളെ മാതൃകയായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നണം. മക്കൾക്ക് വാപ്പ എല്ലാ ഭക്തും നിസ്കാരത്തിന് ജമാഅത്തിൽ പള്ളിയിൽ. ആണുങ്ങൾക്ക് വീട്ടിൽ നിസ്കാരം ഇല്ല, അത് സുന്നത്ത് നിസ്കാരമേ ഉള്ളൂ. നല്ല കൃത്യമാണ്. ഒന്നാമത് തന്നെ തുള്ളത് നിങ്ങളോട് ഞാൻ പറയാം, ആണുങ്ങൾക്ക് വീട്ടിൽ നിസ്കാരമില്ല. ആണുങ്ങൾക്ക് വീട്ടിലെ നിസ്കാരം സുന്നത്ത് നിസ്കാരമാണ്. അത് എല്ലാ സുന്നത്ത് നിസ്കാരവും വീട്ടിലാണല്ലേ. കാരണം അങ്ങനെ റസൂൽ പഠിപ്പിച്ചു, റക്അത്തൈനി ഫീ ബൈതിഹി, വീട്ടിൽ 2 റക്അത്ത് നിസ്കാരം. ബഹുസ്കത്തിന്റെ വീട്ടിൽ 2 റക്അത്ത് നിസ്കാരം. ശരിക്കും എങ്ങനെ ബഹുസ്കത്തിന് വീട്ടിലാണ് പോണത് എങ്കിൽ വീട്ടിലാണ് 2 റക്അത്ത് നിസ്കരിക്കണ്ടേ. പിന്നെ നമ്മൾ പഠിക്കാൻ നിസ്കരിക്കണം എന്താ വീട്ടിൽ ബഹിഷ്കരിക്കില്ല. വീട്ടിൽ പോയാൽ തരഞ്ഞപ്പെട്ടിട്ട് നിസ്കാരം ഉണ്ടാവില്ല, വേറെ വഴിക്ക് തിരിഞ്ഞു പോകുമെങ്കിൽ നല്ല പള്ളി നിസ്കരിക്കാം, നിസ്കരിക്കുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ വീടൊരു മക്ബറാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റസൂൽ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് വീട്ടിൽ നിസ്കരിക്കുക. സുബഹിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഫർദ് നമസ്കാരം ആണുങ്ങൾക്ക്
പള്ളിയിലെ ജമാഅത്ത് നമസ്കാരമാണ്. പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരം. രണ്ടാളെ കിട്ടിയിട്ട് ഭാര്യനെ നിസ്കരിക്കുന്ന ജമാഅത്ത് നിസ്കാരം എന്ന് പറയില്ല. അത് വേറൊരു രീതിയിൽ പറയുന്ന ജമാഅത്ത് നിസ്കാരം. യഥാർത്ഥ ജമാഅത്ത് നമസ്കാരം മുസ്ലിമീങ്ങളെല്ലാവരും ഒത്തുകൂടി പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ജമാഅത്ത് നമസ്കാരം. ആ നമസ്കാരത്തിന് സലാത്തുൽ ജമാഅത്ത് ഖൈറും മിൻ സലാത്തിൽ 10 ദറജ, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം. അപ്പൊ വാപ്പ സുബഹിക്ക് പള്ളിയിൽ പോണേ, വാപ്പ ദുഹറിന് പള്ളിയിൽ പോണേ. ദുഹറിന്റെ സമയം എപ്പോഴാന്ന് വാപ്പാക്കറിയാം. അത് മക്കളെ ഉപദേശിക്കുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ മക്കളെ വീട്ടിൽ കിടന്ന് ഓർക്കാൻ സമ്മതിക്കരുത്. വിളിക്കേണ്ട വേണം. വിളിച്ച് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അവരെ നിർബന്ധിക്കാനല്ല, അവരെ സ്നേഹപൂർവ്വം നിർബന്ധിക്കണം. അങ്ങനെ അവരെ നിസ്കാരത്തിന്റെ ആളുകളാക്കിയിട്ട് നിസ്കാരം ശീലിക്കുന്നവരാക്കി മാറ്റണം. അല്ലാതെ ആ മക്കൾ നാളെ നരകത്തിന്റെ പുറകായാലും എന്തിനാ പറ്റുക? നമ്മളിന്ന് പണിയെടുക്കാൻ പോണത് മക്കൾക്ക്, നമ്മൾ സ്വത്ത് വാങ്ങാൻ പോണത് മക്കൾക്ക്. ആ മക്കൾക്ക് പനി വന്നാൽ ഞങ്ങൾക്കറിയില്ല, മക്കൾക്ക് പേരക്കുട്ടികൾക്കൊക്കെ പനി വന്നാൽ ചില വാപ്പാരും വല്യപ്പാരൊക്കെ കിടന്ന് കരച്ചിലോട് കരച്ചിലാണ് വല്യമാരൊക്കെ. പക്ഷെ ആ പേരക്കുട്ടി നരകത്തിൽ പോണ ഫീലിംഗ് ഇല്ല, അവൻ നിസ്കരിക്കാത്തവനാകുന്ന ഫീലിംഗ് ഇല്ല. ഈമാറ്റാത്തോണ്ടാ ആർക്ക് നമുക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അവരോടുള്ള സ്നേഹം കാപട്യപരം. അല്ലെങ്കിൽ നിസ്കരിക്കാത്ത മക്കളെ നോക്കൂല. അപ്പൊ നിസ്കരിക്കാൻ ഇങ്ങനെ പറയും, 7 വയസ്സിലെ കൂടെ കൊണ്ടുപോകും, നമസ്കാരം ഇങ്ങനെ ശീലിപ്പിക്കും. അവര് പഠിക്കാൻ പോയാൽ നിസ്കരിച്ചോ ചോദിക്കും, നിസ്കരിക്കുന്നതിനോട് ചേർത്തതാക്കും. വീടുകൾ സെറ്റ് ചെയ്യുമ്പോൾ പള്ളി അടുത്തുണ്ടോ എന്ന് നോക്കും. ഒരു പള്ളിയില്ല, ഒരു മുസ്ലിം ഇല്ലാത്തോടത്ത് പോയിട്ട് എല്ലാം നിസ്കരിക്കാവുക. പള്ളികളുണ്ടോ എന്ന് പരിശോധിക്കും. കാരണം ജമാഅത്തിന് പള്ളിയിൽ പോകാൻ കഴിയണം. അങ്ങനെ ജമാഅത്ത് നമസ്കാരത്തിലൂടെ വരുമ്പോ ഓരോ നിസ്കാരവും 27 ഇരട്ടി പ്രതിഫലം. കാരണം സഹാബാക്കളൊക്കെ ഒരു വക്ത് അങ്ങനെ അതന്നെ ശീലിച്ചാലും ഒരു കുഴപ്പമില്ല. ഇത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല, ഇത്ര കൃത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമില്ല. നിസ്കരിക്കാതിരിക്കുമ്പോഴായിരിക്കും പ്രയാസം വരിക, നിസ്കരിക്കാതിരിക്കുമ്പോഴായിരിക്കും വിഷമം വരിക. നമസ്കാരം നിസ്കരിക്കാത്ത മക്കളായിട്ട് ഭക്ഷണം കഴിക്കണതിന് ശരിയാവില്ല. താരിഖ് സലാത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവരെ കിതാബുണ്ട്, അഥവാ നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ കൂടെ. അതുകൊണ്ട് മക്കളെ ഉപദേശിക്കണം, ഭാര്യമാരെ ഉപദേശിക്കണം, മരുമക്കളെ ഉപദേശിക്കണം. അങ്ങനെ നമസ്കാരം ജീവിതത്തിലുണ്ടോ ഒരു പരിധി വരെ തെറ്റുകളൊക്കെ വിട്ടും. ഒരു മിനിമം ഗ്യാരണ്ടി. മോൾക്ക് പുജാപ്പുളം ചേരുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്നെങ്കിലും മിനിമം നോക്കണ്ടേ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളെ പള്ളിക്ക് ജുമാക്ക് പോകണ്ടോന്നല്ല, ജുമാക്ക് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാർ നന്നായി അള്ളാനെ പേടിച്ചോ. അത് നിസ്കരിക്കാതിരിക്കും വരക്കണം തന്നെ. ജുമാ മാത്രം തെരഞ്ഞെടുത്ത് നിസ്കരിക്കുക, പിറ്റത്തെ ജുമാക്ക് മാത്രം നിസ്കരിക്കുക. എന്ത് നിസ്കാരാതിറപ്പേ! അങ്ങനെ ഒരു നിസ്കാരം ദീനുൽ ഇസ്ലാമിലില്ല സഹോദരന്മാരെ. അവിടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. റമദാനിക്ക് മാത്രം നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ദീനുൽ ഇസ്ലാമിലില്ല. അത് നിസ്കാരം എന്ന് പറയില്ല. അതൊരു തരം അള്ളാനെ കളിയാക്കൽ പരിപാടിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് അള്ളാഹ്ക്ക് ഒരു നേരത്തെ നിസ്കാരം വളരെ ഗൗരവത്തിലെടുക്കുക. അങ്ങനെ ഇസ്ലാമിൽ എവിടെയും പരിചയം കാണില്ല. അതുകൊണ്ടാണ് الذين هم عن صلاتهم ساهون الذين هم يراءون. നമസ്കരിക്കുന്നവർക്ക് വലിയ ശിക്ഷ, ഭയന്ന ശിക്ഷ. കാരണം തങ്ങളുടെ നമസ്കാരത്തെ കുറിച്ച് അവൻ അശ്രദ്ധരാണ്. നമസ്കരിക്കുന്നതിനെ കുറിച്ചൊരു ബോധമില്ല. നമസ്കാരത്തിൽ ശ്രദ്ധ പോടനെ കുറിച്ചല്ല, അൻസ്വലാത്തിഹിം നമസ്കാരത്തെ കുറിച്ച് അവൻ അശ്രദ്ധരാണ്. കാരണം അല്ലദീന ഹും യുറാഊൻ ആളുകളെ കാണിക്കുക. അതുകൊണ്ടാണ് ജുമാക്ക് വന്നത്. ജുമാക്ക് പള്ളി പോകാതെ അങ്ങാടിയിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്താ വിചാരിക്കുക? മറ്റേ വക്തൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജുമാക്ക് മാത്രം നിസ്കരിക്കുന്ന മനുഷ്യന്മാര്. ഞാൻ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പരിഹസിച്ചോ കളയാക്കിയല്ല, അങ്ങനെ കുറ്റം പറഞ്ഞു തന്നെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൗരവത്തിൽ കുറ്റം പറഞ്ഞു തന്നെയാണ്. അവരാ നിലപാട് മാറ്റിയിട്ട് അവർ നമസ്കാരത്തിൽ ചിട്ടയുള്ളവരാകണം. കുടുംബത്തെ നിസ്കാരം ശീലിപ്പിക്കണം. കാരണം നാളെ മുസ്ലിം കാര്യമായി ചോദിക്കുന്നത് അതാണ്. അങ്ങനെ നമസ്കാരം അശ്രദ്ധമാക്കി കളഞ്ഞൊരു സമൂഹം പിൽക്കാലത്ത് വരുന്ന റസൂൽ പറയാണ്, അവര് വലിയ ശിക്ഷയാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ചില ആളുകൾ നരകത്തിൽ വന്ന് പതിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വന്ന് പതിച്ചത്? ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല. ഞങ്ങൾ അനാഥകൾക്ക് ഭക്ഷണം കൊടുത്തില്ല. അതുകൊണ്ട് എന്താണ് ഈ വലിയ നരകത്തിൽ വന്ന് പതിച്ചത്? ഏതായാലും അള്ളാഹുവിനെ വിശ്വസിച്ചവരല്ലേ നമ്മൾ, അള്ളാഹുവിൽ അംഗീകരിച്ചവരല്ലേ. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് തലകുലിച്ചാൽ
എന്റെ ആ റബ്ബിന്റെ മുമ്പിലെ വന്നു നിന്നാൽ ആ റബ്ബിനോടൊന്ന് മുനാജാത്ത് നടത്തിയാൽ അസ്സലാത്തു ബിറാദിൽ മുഅ്മിൻ, മുഅ്മിന്റെ വാനാരോഹണമാണ് നമസ്കാരം. അല്ലാഹുവിലേക്ക് വിജയം പ്രാപിക്കലാണ് ആ സുജൂദ്. അല്ലാഹുവിനെ ഏറ്റവും അടുക്കുന്ന സമയമാണ്. ഒരടിമ അല്ലാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് ഒരു സാഹചര്യം സുജൂദ് ചെയ്യുമ്പോഴാണ്. അല്ലാഹുവിനെ മുത്തവക്കണ പോലെ അവസരം നൽകിയില്ലേ അല്ലാഹ് രാജാധിരാജനായ റബ്ബിനെ ഏതു നേരവും അഭിമുഖീകരിക്കാൻ, അവനോട് സ്വകാര്യം പറയാൻ, അവനോട് സങ്കടങ്ങൾ ബോധിപ്പിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അവന്റെ മുമ്പിൽ ഫലപിടിക്കാൻ, അവനോട് ചേർന്ന് നിൽക്കാൻ അവസരം നൽകിയില്ലേ അല്ലാഹ്. ആ നമസ്കാരം ഈ അവസരമാണ്. എല്ലാത്തിനും നിസ്കാരം അല്ലാഹു തആല നിശ്ചയിച്ചു തന്നു. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മക്കളെ ഒക്കെ നിസ്കാരശീലമുള്ളവരാക്കി മാറ്റണം. അവരെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കണം. മോനെ ഒരു വക്ത് പോയാൽ പോയി കാര്യം. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സമുദായത്തില് ജുമാക്ക് മാത്രം നിസ്കരിക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മളെ പണ്ഡിതന്മാർക്കൊന്നും ഇത് പറഞ്ഞു കൊടുക്കാൻ നേരം വേറെ എന്തൊക്കെയോ തർക്കങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാം. സങ്കടം തോന്നുകയാണിത്. റമദാനിക്ക് മാത്രം നിസ്കരിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ശവ്വാൽ മാസം പിറവി കഴിയുമ്പോൾ ബലൂണിന് കാറ്റ് പോകണം പോലെ ഈമാൻ ഒറ്റ പോക്കാം. പിന്നെ അടുത്ത റമദാൻ എന്ത് കളിയാപ്പതൊക്കെ എവിടുന്ന് കിട്ടിയ ഇസ്ലാമത്? സമൂഹത്തെ നമ്മൾ സംസ്കരിക്കണം, ദീന് പറഞ്ഞു കൊടുക്കണം. അഹിത് തന്നെ നമ്മുടെ വീട്ടുകാരെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാട്ടിലെ ആളുകളെ നമസ്കാരം നമ്മൾ കൽപ്പിക്കണം. അതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം ഹൃദയത്തിൽ തട്ടി മോനോട് പറഞ്ഞത്, മോനെ നിസ്കാരം നീ ഉപേക്ഷിക്കരുത്. നമസ്കാരം മുറപ്രകാരം ഒരു വട്ട് പോലും പോകാതെ കൃത്യമായി അനുഷ്ഠിക്കണം. ആ നമസ്കാരം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ അള്ളാന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ. കാരണം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് അതിൽ വരുന്ന കാരണം നമസ്കാരം നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് നിങ്ങളെ തടയോ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ തടയോ. കാരണം ഇന്ന് നിസ്കരിച്ചതല്ലേ 3 മണിക്കൂറല്ലേ പിന്നെ വേണ്ടി വരുന്നുള്ളൂ. വീണ്ടും അസറിന് അള്ളാഹുവിൽ ചെല്ലല്ലേ. 2 മണിക്കൂറല്ലേ വേണ്ടു, വീണ്ടും അള്ളാഹുവിൽ ചെല്ലല്ലേ. 1 മണിക്കൂറല്ലേ വേണ്ടു, വീണ്ടും അള്ളാഹുവിൽ ചെല്ലല്ലേ. ഒന്നിറങ്ങി എണീക്കുമ്പോഴേക്കും വീണ്ടും റബ്ബിന്റെ മുമ്പിൽ ചെല്ലുകയില്ലേ. നിസ്കരിക്കുന്ന ആൾക്ക്, നിസ്കാരത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട ആൾക്ക് അള്ളാഹിനെ ഇവിടെ മറക്കാൻ നേരം. അള്ളാഹിനെ മറന്നെങ്ങനെ ജീവിക്കുക? നമസ്കാരം അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു, നമസ്കാരം അല്ലാഹുവിനെ സ്മരിപ്പിക്കുന്നു, അല്ലാഹുവുമായി അടുക്കുന്നു. അതുകൊണ്ട് നമസ്കാരം ചിട്ടയായി നിർവഹിക്കാൻ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബവും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ും الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താൻ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്കും നിങ്ങൾക്കും മാത്രമുള്ള കാര്യം. അതെന്താന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു പടി മുന്നോട്ട് കിടക്കുക. പറഞ്ഞു മാത്രം നിസ്കരിക്കുന്ന ആൾക്കാർ സുന്നത്തുകൾ തുടങ്ങാൻ, സുന്നത്തുകൾ നിസ്കരിക്കുന്നവർ കൂടുതൽ സുന്നത്തുകളിൽ ഏർപ്പെടുക. നമസ്കരിക്കുന്ന ആളുകൾ ഓരോ നിസ്കാരവും നല്ല ശ്രദ്ധയുള്ള നിസ്കാരമാക്കി മാറ്റുക. എന്തൊരു ആനന്ദമായി. പല മഹാന്മാരെയും ചരിത്രം പഠിക്കുമ്പോൾ അവർ ഇസ്ലാമിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം ഭരിക്കാൻ നേരത്തെ തൂക്കുകയറൊക്കെ ഏറ്റുവാങ്ങുന്ന ഘട്ടത്തിൽ അവരോട് ചോദിക്കും, അവസാനം എന്തെങ്കിലും ചെയ്യണോ? മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേറ്റുന്നതിന് മുമ്പ് അവർ ചോദിച്ചു, ഹുബൈബ് അവസാനം പലതും ചെയ്യണം? ഹുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് കൂടി നിസ്കരിക്കണം. ആ നിസ്കാരത്തിനോടുള്ള ഒരു അദമ്യമായ ഒരു ബന്ധമാണ്. 2 റക്അത്താണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു പാകിസ്ഥാനിലെ ഇസ്ലാമിക നേതാക്കന്മാരെ ഈ അടുത്ത് വലിച്ചപ്പോഴൊക്കെ ഷീന എന്ന് പറഞ്ഞ ഭീകര ഭരണാധികാരി ഇസ്ലാമിക പണ്ഡിതന്മാരെ തൂക്കിലെത്തിയപ്പോൾ അവരൊക്കെ അവസാനം നിർവഹിച്ചത് 2 റക്അത്ത് നമസ്കാരം. കാരണം നമസ്കാരം അത്രയും ബന്ധമാണ്. റസൂലുള്ളാഹിയുടെ കാലുമലൊക്കെ നീര് വന്നിട്ടുണ്ട്. സഹാബാക്കളൊക്കെ പലരും അതിൽ നമസ്കാരത്തിൽ ഏറെ ആനന്ദപ്പെട്ടിരുന്നു.
അവരുടെ തലയിൽ പക്ഷികൾ പോലും വന്നിരിക്കുമ്പോൾ ശ്രദ്ധയുള്ളതായിരുന്നു. അവരൊക്കെ നിസ്കരിക്കുമ്പോൾ പിന്നിൽ നിന്നാൽ ചീനച്ചട്ടിയിൽ വല്ലതും ഇട്ടതുപോലുള്ള കരച്ചിൽ കേൾക്കായിരുന്നു. ഇസ്ലാമിന്റെ കരുത്താണ് നിസ്കാരം. റോമാ സൈന്യം, പേർഷ്യൻ സൈന്യം അപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് മുസ്ലിമീങ്ങൾ കുറച്ചു പേര്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആ മുസ്ലിമീങ്ങൾ യുദ്ധമുന്നണിയിൽ നിസ്കരിക്കുന്നത് കണ്ടിട്ട് ലോകോത്തര സൈന്യത്തിന്റെ വലിയ സർവ്വസൈന്യാധിപനായ റുസ്തം ആ നിസ്കാരം കണ്ടിട്ട് പേടിച്ചു. യുദ്ധമുന്നണിയിലെ മുസ്ലിങ്ങളുടെ നിസ്കാരം ഉമർ അവന്റെ ആളുകളെ ചട്ടം പഠിപ്പിക്കുന്നത് കണ്ടില്ലേ എന്നാണ് റുസ്തം പറഞ്ഞത്. ആ നിസ്കാരത്തിന്റെ കരുത്താണ് അവർക്ക് വിജയത്തിന്റെ നാട്ടി കുറിച്ചത്. അള്ളാഹുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ ഈ നമസ്കാരം വളരെ കൃത്യമായി വേണം. അഥവാ ഞാനും നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് കിടക്കണം. തഹജ്ജുദ് നമസ്കരിക്കാത്തവരുടെ തഹജ്ജുദ് നടക്കണം, ദുഹാ നമസ്കരിക്കാത്തവരുടെ ദുഹാ നടക്കണം. ആനന്ദകരമാണ്. ഓരോ സ്റ്റെപ്പും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും നമുക്ക് മുന്നോട്ട് കടന്ന് കൂടുതൽ അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിയണം. അവർക്കാണ് നാളെ മഹ്ശറയിൽ വളരെ വലിയ വിജയം നേടിയെടുക്കാൻ കഴിയുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നിങ്ങളുടെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. പടച്ചവനെ, നമസ്കാരത്തിൽ വന്നുപോയ വീഴ്ചകളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തെ